എല്ലാവർക്കും സാദര നമസ്കാരം. പ്രിയപ്പെട്ട തത്വമയി പ്രേക്ഷകരോടാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും ഒക്കെ ഫോണുകൾ ഇങ്ങനെ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിരവധി കോളുകളാണ് 24 മണിക്കൂറും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരുടെയും ചോദ്യത്തിൻ്റെ ഒരു കാതൽ ഏതാണ്ട് ഒന്ന് തന്നെയായിരുന്നു. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, സ്വതന്ത്ര ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൽ നിന്ന് നാം രക്ഷപ്പെട്ട ഈ അവസരത്തിൽ തത്വമയി TV എവിടെ എന്നായിരുന്നു ചോദ്യം. ഞങ്ങളുടെ വീഡിയോസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, പഴയ വീഡിയോസ് ലഭിക്കുന്നില്ല. ചിലർക്കൊക്കെ ഇപ്പോഴത്തെ വീഡിയോസിൽ കിട്ടുന്നുണ്ട്, പക്ഷെ പഴയ വീഡിയോ ഒന്നും കിട്ടുന്നില്ല. ഇതൊക്കെയായിരുന്നു പരാതികളുടെ ഒരു പൊതു സ്വഭാവം. എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ തത്വമയി ന്യൂസ് എന്ന പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം, അത് യൂട്യൂബിലെ പ്ലാറ്റ്ഫോം പൂർണ്ണമായിട്ട് ഹാക്ക് ചെയ്യപ്പെട്ടു. അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങൾ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. അത് എങ്ങനെ സംഭവിച്ചു, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. അത് നാച്ചുറലായിട്ട് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് ചിലർ പറയുന്നുണ്ട്, അങ്ങനെയല്ല എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഇതാരാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് അന്വേഷിക്കുക തന്നെ വേണ്ടതാണ്. കാരണം ഭാവിയിലും അത് ആവശ്യവുമാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരവസരത്തിൽ ഞങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു ചാനൽ പെട്ടെന്ന് ഞങ്ങൾക്ക് ഇല്ലാതാവുകയാണ്. ഏതാണ്ട് 8 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. അത് തീർച്ചയായിട്ടും വലിയൊരു പരീക്ഷണഘട്ടമായിരുന്നു. ഞങ്ങളുടെ ടെക്നിക്കൽ ടീം ശ്രീ രതീഷ് വേണുഗോപാൽ, രതീഷിൻ്റെ നേതൃത്വത്തിലുള്ള ടെക്നിക്കൽ ടീം ഏതാണ്ട് 24 മണിക്കൂർ, അക്ഷരാർത്ഥത്തിൽ 24 മണിക്കൂറും ഉറങ്ങാതെ യൂട്യൂബുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിഴവല്ല എന്നവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാനും മണിക്കൂറുകൾ മുമ്പ് ഈ ചാനലിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഞങ്ങൾക്ക് വീണ്ടും തിരിച്ചു കിട്ടുന്നത്. വലിയൊരു പരീക്ഷണത്തിലൂടെ കടന്നുപോയി, വലിയൊരു വെല്ലുവിളിയിലൂടെ കടന്നുപോയി വിജയിച്ച ഒരവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പരീക്ഷണഘട്ടത്തിൽ ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അത് മനസ്സിലാക്കാൻ പ്രേക്ഷകർ തയ്യാറാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു പരീക്ഷണഘട്ടത്തിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ ഔട്ട്പുട്ടിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 40 വീഡിയോസാണ് നമ്മൾ പെർ ഡേ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലായി. അതെല്ലാം നിർബാധം അതുപോലെ തുടരുകയും അത് മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയോ ഒക്കെ ചെയ്താണ് ഈ 2 ദിവസം ഞങ്ങൾ കടന്നുപോയത്. എന്തായാലും തിരിച്ച് ഇന്നത്തോടുകൂടി പ്രവർത്തനമെല്ലാം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. രാജ്യത്തിനു വേണ്ടി, നമ്മളുടെ ധർമ്മത്തിനു വേണ്ടി, നമ്മളുടെ സമാജത്തിനു വേണ്ടി തത്വമയി ഇനിയും ശക്തമായി തന്നെ നിങ്ങളുടെ കൂടെ കാണും. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ഒരു ചാനൽ ഇങ്ങനെ ദേശത്തിനു വേണ്ടി, നമ്മളുടെ സംസ്കാരത്തിനും ധർമ്മത്തിനും വേണ്ടി സംസാരിക്കുന്ന ഒരു ചാനൽ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നത് കടുത്ത വെല്ലുവിളിയാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുക്കുന്നത്. അത് തീർച്ചയായിട്ടും ആ വെല്ലുവിളിക്ക് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് തുടക്കം മുതൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിപ്പോഴും തുടരണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇതോടൊപ്പം ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. തത്വമയി ന്യൂസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ദയവ് ചെയ്ത് ഇന്ന് തന്നെ തത്വമയി ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നമ്മളുടെ ബാക്കപ്പ് ചാനലായ തത്വമയി TV ഉണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഫേസ്ബുക്കിലും ഈ ചാനലുകളെല്ലാം ഉണ്ട്, ഈ ചാനലുകളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നമ്മളുടെ കമൻറ്റിലും ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെയും ഞങ്ങളുടെ ഇതിൻ്റെ ലിങ്കുകളെല്ലാം ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ദയവായി ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കണമെന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.